നമസ്കാരം. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ വളരെ ആഴത്തിൽ ഇറങ്ങുവാൻ സഹായിച്ചത് പുന്നപ്ര വയലാറിൽ നടന്ന ഒരു ചതിയാണ്. ആ ചതി എന്താണെന്നുള്ള ചരിത്ര വസ്തുത സന്ദീപ് വചസ്പതി ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആവശ്യമെന്നാൽ ആ ചരിത്രം വീണ്ടും നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായി തന്നെ പറയാം. അപ്പോൾ ഈ പുന്നപ്ര വയലാറിലെ ആ ചതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴയിൽ ആണ്ടിറങ്ങിയ വേരുകളുടെ ബലത്തിൽ മുളച്ചു വന്ന ചെടിയെ കഴിഞ്ഞൊരു 60 വർഷങ്ങളോളമായി 60 വർഷങ്ങളിലധികമായി പരിപോഷിപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇന്ന് അരിവാളും ചുറ്റികയും താഴെ വെച്ച് പാർട്ടിയുടെ പടിയിറങ്ങി ആ അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം അദ്ദേഹം തന്നെ ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഈ ജി സുധാകരൻ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ, UDF മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള വിഷയമൊക്കെ തൽക്കാലം ഒരു വശത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ജി സുധാകരൻ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ കോട്ടകൾ ഇളകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് ജി സുധാകരൻ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കോട്ടകൾ ഇളകുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അങ്ങനെ പറയുവാൻ കാരണം ഒന്നാമത്തെ കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ കണ്ണൂരെന്ന് തന്നെ പറയാവുന്ന കൊല്ലം ഇപ്പോൾ ഏതാണ്ട് ആടി ഉലഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ കായംകുളത്ത് രണ്ടാമത്തെ കണ്ണൂരായിട്ടുള്ള ആലപ്പുഴയുടെ ഭാഗമായി വരുന്ന കായംകുളത്ത് സുധാകരനെ പോലൊരു പ്രമുഖ നേതാവ്, മുതിർന്ന നേതാവ്, അതും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് അണികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പാർട്ടി വിട്ടിറങ്ങി പാർട്ടിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വന്നാൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും അതുപോലെയാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അതിന് ചില സാഹചര്യങ്ങൾ ഒത്തുവരണം. സുധാകരൻ എളുപ്പത്തിൽ അവിടെ ജയിച്ച് കയറി പോകാവുന്നൊരവസ്ഥയല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വതസിദ്ധമായൊരു നടപടിയുണ്ട്. പാർട്ടി വിട്ടൊരു പ്രമുഖനായ നേതാവ് പോകുമ്പോൾ ശക്തമായൊരു ആക്രമണം ആ നേതാവിന് നേരെ അഴിച്ചുവിടുക. ഉദാഹരണത്തിന് ഇത്രയും കാലം സുധാകരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സുധാകരൻ്റെ അനുജനായ ജി ഭുവനേശ്വരനെ KSUവിൻ്റെ പ്രവർത്തകർ കാലുവാരി തറയിലടിച്ച്, അതായത് കാലുകളിൽ പിടിച്ച് തല തറയിലടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ സുധാകരനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം സുധാകരൻ സ്വന്തം അനുജനെ കൊന്ന കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ KSU കോൺഗ്രസിൻ്റെ ഭാഗമാണല്ലോ, ആ പാർട്ടിയിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അതിന് മറുപടിയായി സുധാകരൻ പറയുന്നത് ഭുവനേശ്വരനെ കൊന്നത് ചില ഗുണ്ടാ പിള്ളേരാണ്, അവരൊന്നും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല. തന്നെയുമല്ല, ഭുവനേശ്വരൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കേസ് നടത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരുവിധ സഹായവും ജി സുധാകരന് ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആഞ്ഞിലിത്തടിയോ മറ്റോ വെട്ടി വിറ്റാണ് ആ കേസ് നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് സത്യമാകുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അദ്ദേഹം പൊതുസമ്മേളനങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെയും എപ്പോഴൊക്കെ ഭുവനേശ്വരനെ അനുസ്മരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ജി സുധാകരൻ പറഞ്ഞിരുന്നത് KSUക്കാരാൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയായിരുന്നു ഭുവനേശ്വരൻ, അദ്ദേഹത്തിൻ്റെ അനുജനായ ഭുവനേശ്വരൻ എന്നുള്ളതാണ്. ആ നിലപാട് അദ്ദേഹം മാറ്റി. കാരണം ഈ നിലപാട് മാറ്റങ്ങൾ നടത്തുന്നതിൽ ജി സുധാകരൻ അസാധാരണമായൊരു മെയ്വഴക്കമുണ്ട്. അത് മയിലെണ്ണ തേച്ചും തേക്കാതെയും ആ മെയ്വഴക്കം അദ്ദേഹം പല തവണ പ്രകടമാക്കിയിട്ടുള്ളതാണ്. തുടക്കത്തിൽ VS അച്യുതാനന്ദനോടൊപ്പം നിന്നു. ഒടുവിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്ക് തന്നെയാണോ വോട്ട് ചെയ്യുന്നതെന്ന് എത്തി നോക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ്റെ ഒരു വിശ്വസ്ത വിധേയനായി മാറി VS അച്യുതാനന്ദനെതിരെ നിൽക്കുന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കാലുമാറ്റങ്ങളും മെയ്വഴക്കത്തോടു കൂടിയുള്ള അഭ്യാസ പ്രകടനങ്ങളും നിലപാട് മാറ്റങ്ങളും ഒക്കെ നടത്തുമ്പോഴും ആദർശശാലിയായിട്ടുള്ളൊരു നേതാവാണ് താനെന്നുള്ളൊരു പ്രതിച്ഛായ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്നതിൽ സുധാകരൻ വിജയിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദർശശാലി ആണോ അദ്ദേഹം എന്ന് ചോദിച്ചാൽ
അഴിമതി നടത്തുന്ന കാര്യത്തിൽ ആദർശശാലി തന്നെയാണ്. കാരണം അഴിമതി നടത്തുന്ന കാര്യത്തിൽ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അഴിമതി നടത്തുന്ന മറ്റ് നേതാക്കളുടെ ഇടയിൽ അഴിമതി നടത്തുന്ന കാര്യത്തിൽ അത് ചെയ്യാതിരിക്കുന്നതിലൂടെ ആദർശശാലി തന്നെയാണ്. കാരണം സ്വന്തം ആവശ്യത്തിനായി ₹1 പോലും കൈക്കൂലിയായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റ് സമ്മാനങ്ങളായോ അദ്ദേഹം വാങ്ങിയതായി ഇന്നേ വരെ ഒരറിവുമില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതായത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ വിഭ്രമ ചിന്തകളുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്നു അദ്ദേഹം മിനിഞ്ഞാന്ന് വരെ. ഇന്നലെ ആ പത്രസമ്മേളനം നടത്തുന്നത് വരെ എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ വിഭ്രമ ചിന്തകളെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്ന് ചോദിച്ചാൽ പോലും ഒസാമ ബിൻ ലാദനെ പോലൊരു ഭീകരവാദിയെ സംബന്ധിച്ച് ലാദൻ ഭീരുവാണ ഒബാമ എന്നുള്ള വിലാപകാവ്യം എഴുതി കൊടുത്ത ഒരു വിഭ്രമ ചിന്തയുള്ള ഒരു ക്യൂബ മുകുന്ദനായിരുന്നു ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇതെഴുതി കൊടുത്ത ഒരു ആശയത്തിൻ്റെ പുറത്തൊന്നുമല്ല. ഇത്തരത്തിലാണ് വിഭ്രമചിന്ത. ഈ വിഭ്രമചിന്തയുടെ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. കാലാകാലങ്ങളായി കേട്ട് പഴകിയ ഒരു ഉദാഹരണമാണ്, എന്നാലും ഒന്നുകൂടി കേട്ടുകൊള്ളുക. കാരണം ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന കാലത്ത്, USSR ഉണ്ടായിരുന്ന കാലത്ത് ക്രൂഷ്ചേവിന് കത്തെഴുതുന്നത്, നമ്മുടെ തെക്കേതിലെ ചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്, പാർട്ടി സഖാവാണ്, വേണ്ട സഹായങ്ങൾ സഖാവ് ചെയ്തു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ലാൽ സലാം സഖാവെ, ബ്രാഞ്ച് സെക്രട്ടറി കണ്ണാമുല്ല എന്നുള്ള എഴുത്ത് കൊടുത്തുവിടുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടായിരുന്നു റഷ്യയിലേക്ക് മെഡിസിൻ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക്. അത്തരത്തിലുള്ളൊരു വിഭ്രമചിന്ത പുലർത്തിയിരുന്ന ഒരു വിഭാഗമാണ്, ഇപ്പോഴും പല കാര്യത്തിലും പുലർത്തുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിൽ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ജി സുധാകരൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശശുദ്ധി എന്നുള്ള ഒരു പ്രതിച്ഛായ നിലനിൽക്കെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം ഈ നിലപാട് മാറ്റങ്ങളിലൂടെ പിണറായി പക്ഷത്തെത്തിയതിനു ശേഷം പിണറായിയെ പ്രീണിപ്പിക്കാൻ എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം പിണറായി ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പൂജാരികളെ അപമാനിക്കുക, ഹൈന്ദവ ആചാരങ്ങളെ കഴിയുന്ന രീതിയിൽ അപമാനിക്കുക. ഒടുവിൽ പിണറായിയുടെ പ്രീതി ഒരല്പം കുറഞ്ഞു, പിണറായിയുടെ പക്ഷത്ത് നിന്ന് പിണറായിയുടെ ക്യാമ്പിൽ നിന്ന് താൻ പുറത്താകുമെന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോൾ അസാധാരണ മെയ്വഴക്കത്തോടുകൂടി രാമായണം വായിച്ചുകൊണ്ട് പൊതുമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. ഇത്തരത്തിലുള്ള മെയ്വഴക്കം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അസാമാന്യ മെയ്വഴക്കമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപകടകാരിയായ ഒരു എതിരാളിയായി ജി സുധാകരൻ മാറുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ വിശദമായ യോഗങ്ങളും കുടുംബസംഗമങ്ങളും ഇപ്പോൾ തന്നെ അവർ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ജി സുധാകരൻ പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജി സുധാകരൻ്റെ കാര്യത്തിൽ സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങുകയാണെങ്കിൽ, അതായത് ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു, UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു, ആലപ്പുഴയിൽ BJP ഉൾപ്പെടെയുള്ളവർ ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എതിർക്കുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അതിശക്തമായി നേരിടുന്നു. അങ്ങനെ വിവിധ ഘടകങ്ങൾ ഒത്തിണങ്ങി വന്നാൽ ജി സുധാകരൻ ഒരുപക്ഷെ കായംകുളത്ത് ജയിച്ചേക്കാം. അത് ജി സുധാകരൻ്റെ മാത്രം ജയമായിരിക്കില്ല. ഈ തെക്കൻ കോട്ടകൾ, കൊല്ലം ഒരുപക്ഷെ മുഴുവനായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോകാം. ആലപ്പുഴ ജില്ലയിലും വമ്പൻ നഷ്ടങ്ങളുണ്ടായേക്കാം. മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമെന്ന് പറയുന്നത് ഏറിയും കുറഞ്ഞുമിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ തന്നെ ഒരു വൻ വിള്ളൽ, ആധിപത്യം ഏതെങ്കിലും തലങ്ങളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അതിലൊരു വമ്പൻ വിള്ളൽ വീണേക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്, ഒരു കാലത്ത് സുധാകരനും സജി ചെറിയാനും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ന്യൂനപക്ഷ പ്രീണനം ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലൂടെ ചെയ്യേണ്ട ഒരു ആവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കില്ല. കാരണം SDPI എന്ന് തന്നെ വിളിക്കാവുന്ന, പകൽ സഖാവും രാത്രി സഖാപ്പിയും എന്ന് വിളിക്കാവുന്ന സലാമിനെ പോലുള്ളവർ, യഥാർത്ഥ SDPIക്കാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് എന്ന് ജി സുധാകരനാണ് പറയുന്നത്, ഞാനല്ല. അങ്ങനെയുള്ള ആളുകളിലൂടെ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഒരു വോട്ട് ബാങ്കിനെ തങ്ങളുടെ പക്ഷത്തേക്ക് പരമാവധി ആകർഷിക്കുക എന്നുള്ളൊരു പ്രവൃത്തി ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്നുള്ളൊരു കർമ്മം ചെയ്യുവാൻ അവർക്ക് സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എത്രത്തോളം ഈ ഒരു ജയപരാജയങ്ങളിലുള്ള സ്വാധീനമുണ്ടാകും, കരുനാഗപ്പള്ളി ഭാഗങ്ങളിലും കൊല്ലം ഭാഗങ്ങളിലുമൊക്കെ ആ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് ഈ ഫലത്തിൽ ഒരു വ്യത്യാസമൊക്കെ വരുത്തിയേക്കാം. പക്ഷേ ജി സുധാകരനെ പോലെ ജനപ്രീതിയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതിച്ഛായ അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയി, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവുമായിരുന്നു. കാരണം ഒരു ജനകീയ നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായ കൂടി അദ്ദേഹം സ്വയം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
കാരണം ഉദ്യോഗസ്ഥരെയൊക്കെ നേരിട്ട് പോയി കണ്ട് ശാസിക്കുന്ന PWD മന്ത്രിയായിരുന്ന സമയത്ത്, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് റോഡ് പണി നടക്കുന്നിടത്തൊക്കെ പെട്ടെന്ന് ചാടി വീണ് അതെന്താ ഇത്ര ടാറ ഇവിടെ ഇടുകയുള്ളൂ. അതിനെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള പ്രചരണം നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. താനൊരു ജനകീയ മന്ത്രിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ചില സമയത്ത് അദ്ദേഹം നല്ല കാര്യങ്ങളും പറയും. കാരണം കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പദ്ധതികൾ കൃത്യമായും കാര്യക്ഷമമായും നടന്നു പോകുന്നതെന്ന് അതുപോലുള്ള സത്യങ്ങൾ പലപ്പോഴും അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്യും. അതിൻ്റെ പിന്നിൽ ആ സമയത്ത് പിണറായി വിജയനുമായി എന്തെങ്കിലും അലോസരത്തിലായിരുന്നോ അല്ലെങ്കിൽ അത്ര രസത്തിലല്ലാത്തൊരു സമയമായിരുന്നോ കടന്നു പോയിരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സത്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയാം. അങ്ങനെ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു സംഗമമാണ് സുധാകരൻ. അദ്ദേഹം ഒരു നല്ല നേതാവാണെന്നോ മോശം നേതാവാണെന്നോ എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെ സംബന്ധിച്ചല്ല ഈ വിശകലനം. ഈ വിശകലനം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സുധാകരൻ്റെ പടിയിറക്കം എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. കൃത്യമായും വളരെ രൂക്ഷമായും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ കേരളത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കേണ്ട ഒരു സംഭവമാണ് സുധാകരൻ്റെ പടിയിറക്കം. അതിനെ എങ്ങനെ പ്രതിരോധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതനുസരിച്ചിരിക്കും എത്ര കാര്യക്ഷമമായിരിക്കും അവരുടെ പ്രതിരോധം. രണ്ടാമത്തെ കാര്യം, അവരുടെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൻ്റെ ഏകീകരണം എത്രത്തോളം കാര്യക്ഷമമായി നടക്കും. മൂന്നാമത്തെ കാര്യം, UDFും BJPയും സുധാകരനെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കും. ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചിരിക്കും സുധാകരൻ്റെ ഫലപ്രാപ്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫലക്ഷയം അല്ലെങ്കിൽ സുഹൃതക്ഷയം എന്ന് തന്നെ പറയാം. സുഹൃതക്ഷയം എന്ന് തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ ആഴത്തിൽ ആണ്ടിറങ്ങിയ വേരുകൾ മാന്തിപ്പറിച്ച് പുറത്തിടുവാൻ സുധാകരന് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയും ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും 2026 തിരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടേറിയതും കൗതുകകരവുമായൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനാണ് ആ കൗതുകം കൂട്ടുന്ന പുതിയ ഘടകം. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.